ഹലോ എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് കുട്ടികൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഹെയർ ക്ലിപ്പാണ് ഉണ്ടാക്കാൻ പോണത്. അതിനായിട്ട് ഞാനിവിടെ സാറ്റിൻ റിബൺ എടുത്തിട്ടുണ്ട്. 20 സെൻറ്റിമീറ്റർ നീളവും അതേപോലെ 3.5 സെൻറ്റിമീറ്റർ വീതിയുള്ള സാറ്റിൻ റിബണാണ് ഞാൻ എടുത്തിട്ടുള്ളത്. വീതി നമുക്ക് കുറച്ചും കൂടി കൂടുതലുള്ളത് വേണമെങ്കിൽ എടുക്കാം കേട്ടോ. കുറച്ച് വീതിയുള്ള സാറ്റിൻ റിബൺ എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഇതിൻ്റെ 2 വശവും ഞാനൊന്ന് മെഴുകുതിരിയിൽ ചെറുതായിട്ടൊന്ന് ഉരുക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മളുടെ സാറ്റിൻ റിബൺ ഇതുപോലെ പിടിച്ച് താഴേന്നും മേലേന്നും ഇങ്ങനെ നടുക്കിലേക്കായിട്ട് മടക്കി കൊടുക്കുകയാണ്. എന്നിട്ട് നടുഭാഗത്ത് ഞാൻ ഇതേപോലെ ഗ്ലൂഗൺ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഗ്ലൂഗൺ എൻ്റെ കയ്യിലുള്ള കാരണം കൊണ്ട് ഞാനിങ്ങനെ എളുപ്പത്തിൽ ഇങ്ങനെ ചെയ്യണമെന്നേ ഉള്ളൂ. നമുക്ക് ഗ്ലൂഗൺ ഇല്ലയെന്ന് വെച്ചാൽ തുന്നി ഇത് റെഡിയാക്കി എടുക്കാവുന്നതാണ്. ഇതേപോലെ നടുക്കിൽ ഗ്ലൂ ആക്കി കൊടുത്ത് ഒന്ന് മടക്കി നടുഭാഗം ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ ഇതിൻ്റെ 2 സൈഡും ഞാൻ ബാക്കിലേക്ക് മടക്കി അതും ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അതായത് നമുക്ക് നടുഭാഗത്തായിട്ട് 2-3 ഞൊറികൾ വേണം. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഗ്ലൂ ആക്കി കൊടുത്ത് ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കുക. ഇനിയിപ്പോൾ തുന്നാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ നടുഭാഗം ഇങ്ങനെ ഞൊറികൾ പോലെ പിടിച്ച് ചേർത്ത് പിടിച്ച് തുന്നി കൊടുക്കുക. അടുത്തതായിട്ട് ഞാൻ 6 സെൻറ്റിമീറ്റർ നീളമുള്ള സാറ്റിൻ റിബൺ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെയും 2 വശം ഒന്ന് ഉരുക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് മേൽഭാഗത്തായിട്ട് ഞാൻ ഇതുപോലെ ഗ്ലൂ ആക്കി നടുക്കിലേക്ക് ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അടുത്ത സൈഡ് ഇങ്ങനെയല്ല, തിരിച്ച് പിടിച്ചിട്ട് വേണം നമ്മൾ ഒട്ടിച്ചു കൊടുക്കാനായിട്ട്. അതാണ് ഇതിൽ ശ്രദ്ധിക്കാനുള്ളത്. ഇപ്പോൾ മേൽഭാഗത്ത് എങ്ങനെയാണ് ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത് അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് വേണം താഴ്ഭാഗത്ത് ഒട്ടിച്ചു കൊടുക്കാനായിട്ട്. ഇതേപോലെ ഗ്ലൂ ആക്കി ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. അടുത്ത സൈഡ് ഇങ്ങനെയല്ല, ബാക്കിലേക്ക് തിരിച്ച് പിടിച്ചിട്ട് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇതിങ്ങനെ ഒട്ടിച്ചു കഴിയുമ്പോൾ ഇതുപോലെയാണ് നമുക്ക് കിട്ടുക കേട്ടോ. നമ്മൾ ആദ്യം ഉണ്ടാക്കിയ ബോ ഉണ്ടല്ലോ, അതിൽ ഇതേപോലെ വെച്ച് നമുക്ക് ബാക്ക് സൈഡിലായിട്ട് ഇത് ഒട്ടിച്ചു കൊടുക്കാം. ഒട്ടിക്കണതിന് പകരം നമുക്ക് തുന്നണമെങ്കിൽ തുന്നിയും കൊടുക്കാം കേട്ടോ. നൂലൊന്നും പുറത്ത് കാണാത്ത രീതിയിൽ വൃത്തിയായിട്ട് നമ്മൾ തുന്നിയെടുക്കാം. ഞാനിതിപ്പോൾ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇത് മാറ്റി വയ്ക്കാം. ഇനി അടുത്ത 2 സാറ്റിൻ റിബൺ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 10 സെൻറ്റിമീറ്റർ നീളവും അതേപോലെ 3.5 സെൻറ്റിമീറ്റർ വീതിയുള്ള സാറ്റിൻ റിബണാണ് എടുത്തിട്ടുള്ളത്. ഇത് നമ്മൾ മേൽഭാഗത്തായിട്ട് ഗ്ലൂ ആക്കി കൊടുത്ത് ഇങ്ങനെ മടക്കി ഒട്ടിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അതിനുശേഷം നടുക്കിലായിട്ട് ഗ്ലൂ ആക്കിയിട്ട് ഇതേപോലെ ഒട്ടിച്ച് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വീണ്ടും ഈ സൈഡിൽ ഗ്ലൂ ആക്കിയിട്ട് ഇതാ ഇങ്ങനെ മടക്കി ഒട്ടിച്ചു കൊടുക്കാം. മറ്റേ സൈഡും അതേപോലെ തന്നെ ചെറുതായിട്ട് ഗ്ലൂ ആക്കി ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. നമ്മൾ ഈ മടക്കാനുള്ളത് ഇതേപോലെ മടക്കി പിടിച്ച് ഒന്ന് മെഴുകുതിരിയിൽ ഉരുക്കി കൊടുത്ത് കൈവച്ച് പ്രസ് ചെയ്ത് കൊടുത്താലും ഇത് ഒട്ടിയിരിക്കും കേട്ടോ. ഇനി നമ്മൾ ഇതിൻ്റെ മേൽഭാഗത്ത് ഒട്ടിച്ചു കൊടുക്കുന്നത് ഇങ്ങനെയാണ്. ഇതേപോലെ വെച്ചിങ്ങനെ ഒട്ടിച്ച് കൈവച്ച് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ അത് കാണാനായിട്ട് നമ്മളുടെ റാബിറ്റിൻ്റെ ചെവിയൊക്കെ പോലെയില്ലേ, ഈ രീതിയിൽ നമ്മൾ ഒരെണ്ണം കൂടി റെഡിയാക്കി എടുക്കണം. നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് സാറ്റിൻ റിബൺ. ഇത് വെച്ചിട്ട് നമ്മൾ ഒരെണ്ണം കൂടി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതാ ഇങ്ങനെയാണ് ഇതുണ്ടാവുക. നമ്മൾ ആദ്യം ഉണ്ടാക്കിയ ബോയുടെ ആ നടുക്കിലുള്ള ഭാഗം ഉണ്ടല്ലോ, അത് കുറച്ചിങ്ങനെ നീക്കി പിടിച്ച് ഗ്ലൂ ആക്കി കൊടുത്ത് ഞാൻ ഒട്ടിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഈ 2 ചെവികൾ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഇതേപോലെ ഈ സൈഡിലും ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇനി നമുക്ക് ആവശ്യമുള്ളത് നമ്മളുടെ ഹെയർ ക്ലിപ്പിൻ്റെ ഒക്കെ ആ ഒരു ബേസ് ഇങ്ങനെ വാങ്ങിക്കാൻ നമുക്ക് കിട്ടും. ക്രാഫ്റ്റ് ഐറ്റംസ് ഒക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന കടയിൽ നിന്ന് നമുക്ക് ഇങ്ങനത്തെ വാങ്ങിക്കാൻ കിട്ടും. ഒരു പാക്കറ്റിൽ 12 എണ്ണം അങ്ങനെയൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അധികം കാശൊന്നും ഇതിനില്ല കേട്ടോ. സാറ്റിൻ റിബൺ ആയാലും അധികം വിലയില്ല. ഇതുപോലുള്ള ക്ലിപ്പിനായാലും ക്ലിപ്പിൻ്റെ ആ ഒരു ബേസ് ഉണ്ടല്ലോ, അതിനും അധികം വിലയൊന്നുമില്ല. ഇതിൽ ഞാൻ ഗ്ലൂ ആക്കി കൊടുക്കുകയാണ്. എന്നിട്ട് ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ നമ്മൾ സാറ്റിൻ റിബൺ വെച്ച് ചെയ്തതെല്ലാം ഇപ്പോൾ സൂചി നൂലും വെച്ച് തുന്നിയിട്ടാണ് ചെയ്തത്, ഗ്ലൂഗൺ ഇല്ലയെന്ന് വെച്ചാൽ ഈ ക്ലിപ്പം ഒട്ടിക്കാനായിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സൂപ്പർ ഗ്ലൂ ഉണ്ടല്ലോ, അത് യൂസ് ചെയ്യാം കേട്ടോ. ഇനി ഭംഗിക്ക് വേണ്ടിയിട്ട് ഒരു സ്റ്റോണും കൂടി ഞാൻ ഇതിൻ്റെ നടുക്കിലായിട്ട് ഇങ്ങനെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതേ രീതിയിൽ ഞാൻ ഒരെണ്ണം കൂടി ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. കുട്ടികളുടെ ഡ്രസ്സിൻ്റെ മാച്ചിന് പല കളറിൽ നമുക്ക് ഇതേപോലെ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്ത് പറയുക. അതേപോലെ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെൽ മറക്കാണ്ട് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാനിന്ന് പോവാണ്, വേറെ വീഡിയോ ആയിട്ട് വരാം. വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും താങ്ക് യു.